ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ബിഗിനേഴ്സിനുള്ളതാണ്, എങ്ങനെയാണ് ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ക്രോഷ്യ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടിട്ടാണ്. അപ്പോൾ സ്ലിപ്പ് നോട്ട് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ത്രെഡ് ഇതുപോലെ നമ്മുടെ ഫിംഗറിൽ ചുറ്റി കൊടുക്കണം. എന്നിട്ട് മുകളിലുള്ള ആ ഒരു യാണിൻ്റെ ഉള്ളിൽ കൂടെ താഴത്തെ യാണ് വലിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലൊരു നോട്ട് വരും. ഈ നോട്ടിനെയാണ് സ്ലിപ്പ് നോട്ട് എന്ന് പറയുക. ഈ സ്ലിപ്പ് നോട്ട് നമുക്ക് ഇതുപോലെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഊരാൻ കഴിയും. ഒന്നുകൂടി കാണിക്കാം. ഫിംഗറിൻ്റെ മുകളിലൂടെ ഇതുപോലെ ക്രോസ് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് മുകളിലത്തെ യാണിൻ്റെ താഴെയുള്ള യാണിനെ നമ്മൾ വലിച്ചെടുക്കണം. ഗ്രാബ് ചെയ്ത് ഇങ്ങനെ മുകളിലേക്ക് വലിച്ചെടുക്കുക. അപ്പോൾ അവിടെ ഒരു നോട്ട് ഫോം ചെയ്യും. ആ നോട്ടിനെയാണ് നമ്മൾ പറയുന്നത് സ്ലിപ്പ് നോട്ട്. അപ്പോൾ ക്രോഷ്യ ബിഗിൻ ചെയ്യുന്നത് ഈ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ടാണ്. ഓക്കെ, ഒന്നുകൂടിയും കാണിക്കാം. ഇതുപോലെ ഫിംഗറിൽ ക്രോസ് ചെയ്ത് കൊണ്ടുവരിക. അതിനുശേഷം നമ്മുടെ ഹുക്ക് മുകളിലത്തെ യാണിൻ്റെ അടിയിലൂടെ കൊണ്ടുപോയിട്ട് അടിയിലുള്ള യാണിനെ ഗ്രാബ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ ഒരു സ്ലിപ്പ് നോട്ട് റെഡിയായി. ഇനി നമ്മൾ മുകളിലേക്ക് വർക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഹുക്ക് യൂസ് ചെയ്യാണ്ട് നമുക്ക് ഫിംഗർ വെച്ചിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ സ്ലിപ്പ് നോട്ട് ഇടാം. അപ്പോൾ മുകളിലത്തെ യാണൊന്ന് ജസ്റ്റ് പൊക്കി കൊടുത്തിട്ട് താഴത്തെ യാണിനെ അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് വലിച്ചെടുക്കാം. ആ വർക്കിംഗ് യാണിനെ നമ്മൾ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യുക, എന്നിട്ട് അത് എന്ത് ചെയ്യുക, ഹുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെയും നമുക്ക് സ്ലിപ്പ് നോട്ട് ഇടാൻ സാധിക്കും. നിങ്ങൾക്കൊന്നും കൂടിയും ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രാവശ്യം കൂടിയും കാണിക്കാം. ഇതുപോലെ ഫിംഗറിൽ ക്രോസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുകളിലത്തെ യാണിനൊന്ന് ലൂസാക്കി കൊടുക്കുക. ദെൻ താഴെ വരുന്ന വർക്കിംഗ് യാണിനെ നമ്മൾ ഈ മുകളിലത്തെ യാണിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവരിക. ഇത് വലിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ ഒരു നോട്ട് ഫോം ചെയ്യും. അപ്പോൾ ആ നോട്ടിൽ നമ്മുടെ നീഡിൽ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ചെറിയ യാണുണ്ടല്ലോ, അത് ബാക്കിയായിട്ട് കിടക്കുന്ന യാണാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. മുകളിലേക്കുള്ള യാണിലാണ് നമ്മൾ ചെയിനിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, ഇനി ത്രെഡ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡെക്സ് ഫിംഗറിൻ്റെയും മിഡിൽ ഫിംഗറിൻ്റെയും ഇടയിൽ വർക്കിംഗ് യാൺസ് കീപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ആ സ്ലിപ്പ് നോട്ട് ഇട്ട ഭാഗത്ത് നമ്മുടെ തം ഫിംഗറും അതുപോലെ തന്നെ റിംഗ് ഫിംഗറും യൂസ് ചെയ്തിട്ട് ടൈറ്റായിട്ട് പിടിക്കും. അങ്ങനെയാണ് ഞാൻ ഇത് പിടിക്കാറുള്ളത്. പലരും പല രീതിയിലാണ് യാണ് ഹോൾഡ് ചെയ്യാറുള്ളത്. ഇനി എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നേരക്ക് ഫേസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ആ നീഡിലിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗം ഇരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യാം, നൂലിനെ ഗ്രാബ് ചെയ്ത് എടുക്കണേന് നമ്മൾ യാൺ ഓവർ എന്നാണ് പറയുക. നൂലിനെ ഇങ്ങനെ ചുറ്റിയിട്ട് നമ്മുടെ ആദ്യത്തെ ലൂപ്പിൻ്റെ നമ്മൾ ആദ്യമുള്ള സ്ലിപ്പ് നോട്ട് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുക്കണം. ഒന്നുകൂടിയും പറയാം. നമുക്ക് ഫേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്തിട്ട് ആ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവരിക. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ഈ സ്റ്റിച്ച് വി പോലത്തെ സ്റ്റിച്ചിനെയാണ് നമ്മൾ ചെയിൻ എന്ന് പറയുക. അപ്പോൾ ഇവിടെ നമ്മൾ 3 ചെയിൻ പെട്ടു. ഒന്നുകൂടിയും കാണിക്കാം. നമ്മൾ എന്ത് ചെയ്തു, നീഡിൽ യൂസ് ചെയ്തിട്ട് ആ വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്ത് മുമ്പ് ചെയ്തിട്ടുള്ള ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്തു നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ചെയിൻ്റെ ഉള്ളിൽ കൂടെ ഇനി വലിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ ലൂസ് ആവാനോ അല്ലെങ്കിൽ വളരെ ടൈറ്റ് ആവാനോ ഇത് പാടില്ല. ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ യാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഒരു നല്ലോണം ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ ചെയിൻ തീരെ വൃത്തി ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ബിഗിനർ ആകുമ്പോൾ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ടായിരിക്കും ചെയിൻ ഇടാൻ. അപ്പോൾ നിങ്ങൾ ചെയിനിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് ഈ ക്രോഷ്യ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ കുറേ ചെയിനിട്ടിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇനി നമുക്ക് ചെയിൻ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒരു കെട്ടും കൂടാണ്ട് നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഒന്നുകൂടിയും കാണിക്കാം. ആദ്യം നമ്മൾ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സ്ലിപ്പ് നോട്ട് ഇടാൻ വേണ്ടിയിട്ട് മുകളിലത്തെ നൂലിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് കയറ്റിയിട്ട് അടിയിലത്തെ നൂലിനെ വലിച്ചെടുക്കണം. സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം വർക്കിംഗ് യാണ് നമ്മൾ കുറച്ചുള്ള യാണ് ബാക്കിയായിട്ട് കിടക്കുന്നതാണ്, അതിലെല്ലാം നമ്മൾ വർക്ക് ചെയ്യുക. ബാക്കിയുള്ള ത്രെഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വർക്ക് ചെയ്യുന്ന യാണിനെ ആദ്യം ഹുക്കിനെ നമ്മൾ ഫേസ് ടു ഫേസ് പിടിക്കുക. ദെൻ എന്ത് ചെയ്യണം,
വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്യുക. ഈ ഹുക്കിൽ ഗ്രാബ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള നോട്ടിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കണം. ഗ്രാബ് ചെയ്യുക, ലൂപ്പിൽ കൂടെ വലിച്ചെടുക്കുക, ഗ്രാബ് ചെയ്യുക, ലൂപ്പിൽ കൂടെ വലിച്ചെടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ചെയിൻ ചെയ്യുന്നത്. ചെയിൻ സ്റ്റിച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കുന്നത് മെയിനായിട്ട് 5 ടൈപ്പ് സ്റ്റിച്ചസ് ആണ്. ക്രോഷ്യ ചെയ്യണേൽ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് ആ 5 സ്റ്റിച്ചസ്. ഒന്നാമത്തെ സ്ലിപ്പ് സ്റ്റിച്ച്, ദെൻ സിംഗിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ, ട്രിപ്പിൾ ക്രോഷ്യ. അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ 1 by 1 ആയിട്ട് ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് സ്ലിപ്പ് സ്റ്റിച്ചാണ്. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ഇടാം. സ്ലിപ്പ് നോട്ട് നമ്മൾ 2 രീതിയിൽ ഇടുന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് ചെയിൻ ചെയ്യണം. അപ്പോൾ ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ടായ കാരണം നിങ്ങൾക്ക് അവിടെ ചെയിൻ്റെ നമ്പർ ഒരു പ്രശ്നമില്ല. ഇഷ്ടമുള്ള ഒരു നമ്പർ ചെയിൻ ഒരു 10 12 ചെയിന് നമുക്ക് ചെയ്തെടുക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 സ്റ്റിച്ചസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ചെയിനിലേക്ക് നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ഇൻസേർട്ട് ചെയ്തിട്ട് മേളത്തെയാണ് ഗ്രാബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹുക്കിൻ്റെ മേലെ 2 ലൂപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിലത്തെ ഒരു ലൂപ്പ് മറ്റേ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. ഹുക്ക് ചെയിനിൽ ഇൻസേർട്ട് ചെയ്യുക, മറ്റ് വർക്കിംഗ് ആണ് ഗ്രാബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹുക്കിൻ്റെ മേലെ 2 ലൂപ്പ് ഉണ്ടാവും. അതിലത്തെ ആദ്യത്തെ ലൂപ്പ് രണ്ടാമത്തെ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. നമ്മൾ ഹുക്ക് ചെയിനിൽ ഇൻസേർട്ട് ചെയ്തു, വർക്കിംഗ് ആണ്, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഗ്രാബ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ ഹുക്കിൻ്റെ മേലെ 2 ലൂപ്പ് ഉണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ ലൂപ്പിനെ രണ്ടാമത്തെ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്യുക. സ്റ്റിച്ചിനെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയാം. അതുപോലെ നമുക്ക് മുഴുവൻ ചെയിനിലും ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഒന്നുകൂടിയും പറയാം, ചെയിൻ്റെ ഉള്ളിലേക്ക് ഹുക്കിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്ത് ആ ചെയിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ ഹുക്കിൻ്റെ മേലെ 2 ലൂപ്പ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ലൂപ്പിനെ സെക്കൻഡ് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. ലാസ്റ്റത്തെ ചെയിൻ വരെ നമുക്കിതുപോലത്തെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ സ്ലിപ്പ് സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വർക്കിംഗ് യാണിനെ കട്ട് ചെയ്യാം. അപ്പോൾ കുറച്ച് യാണ് ബാക്കി വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. ഇനി ആ ബാക്കി വെച്ചിട്ടുള്ള ആ യാണുണ്ടല്ലോ, വർക്കിംഗ് യാണ്, അതിനെ ആ ലൂപ്പിലൂടെ നമുക്ക് വലിച്ചെടുക്കാം. അപ്പോൾ അവിടെ അത് ടൈറ്റായിട്ട് നിന്നോളും. അല്ലെങ്കിൽ നമ്മുടെ ഓരോ ചെയിനും ഇതുപോലെ അഴിഞ്ഞഴിഞ്ഞു വരും. ഇതുപോലെ നമ്മൾ ആ ലൂപ്പിലൂടെ ബാക്കി വരുന്ന വർക്കിംഗ് യാണിനെ വലിച്ചെടുക്കുമ്പോൾ അവിടെ ഒരു കെട്ട് ഫോം ചെയ്യും. അപ്പോൾ അത് തീരെ അഴിഞ്ഞു വരില്ല. അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ഇങ്ങനെയാണ് സിംഗിൾ ക്രോഷ്യ ചെയ്യാമെന്നാണ്. അപ്പോൾ സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു സ്ലിപ്പ് നോട്ട് ഇടുക. എന്നിട്ട് 10 12 ചെയിൻ ചെയ്തെടുക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13. അപ്പോൾ 13 ചെയിൻ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ചെയിൻ സ്കിപ്പ് ചെയ്ത് സെക്കൻഡ് ചെയിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യാം. ഇനി നമ്മുടെ വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്ത് ആ ചെയിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ നമുക്ക് 2 ലൂപ്പ് വരും. ഇനി നമ്മൾ വീണ്ടും വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്ത് ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും വലിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ എന്ന് പറയാം. ഒന്നുകൂടിയും കാണിക്കാം. ചെയിൻ്റെ ഉള്ളിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക, വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്ത് ആ ചെയിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവരിക. അപ്പോൾ 2 ലൂപ്പ് ഉണ്ടായിരിക്കും. ഇനി വീണ്ടും വർക്കിംഗ് യാണിനെ നമ്മൾ ഗ്രാബ് ചെയ്ത് ഈ 2 ലൂപ്പിലൂടെയും വലിച്ചെടുക്കുക. ഇതിനെയാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ എന്ന് പറയാം. നമുക്കൊന്നുകൂടിയും ചെയ്യാം. നമ്മൾ ചെയിൻ്റെ ഉള്ളിലൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്ത് ആ ചെയിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ ഹുക്കിൻ്റെ മേലെ 2 ലൂപ്പ് ഉണ്ടായിരിക്കും. ഇനി നമ്മൾ വീണ്ടും വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്ത് ഈ 2 ലൂപ്പിനകത്തുകൂടെ വലിച്ചെടുക്കുക. അപ്പോൾ അടുത്ത സിംഗിൾ ക്രോഷ്യ നമുക്ക് കിട്ടി. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ചും സിംഗിൾ ക്രോഷ്യയും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. നമ്മളിതുപോലെ ഗ്രാബ് ചെയ്യും,
അപ്പോൾ 2 ലൂപ്പ് വരും. സ്ലിപ്പ് സ്റ്റിച്ചിലാണെങ്കിൽ 2 ലൂപ്പ് ഇതുപോലെ വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലൂപ്പിനെ സെക്കൻഡ് ലൂപ്പിലൂടെ വലിച്ചെടുക്കുന്നതാണ് സ്ലിപ്പ് സ്റ്റിച്ച്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് സിംഗിൾ ക്രോഷയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, വീണ്ടും വർക്കിംഗ് യാർണിനെ ഗ്രാബ് ചെയ്ത് ആ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും വലിച്ചെടുക്കണം. അപ്പോഴാണ് ഇതൊരു സിംഗിൾ ക്രോഷേ ആവുക. ഇതുപോലെ 2 ലൂപ്പ് വരും. അപ്പോൾ നമ്മൾ വർക്കിംഗ് യാർണിനെ ഗ്രാബ് ചെയ്ത് എന്ത് ചെയ്യണം, ആ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും വലിച്ചെടുക്കണം. ഇതിനാണ് നമ്മൾ സിംഗിൾ ക്രോഷേ എന്ന് പറയുക. ഇനി ഈ സിംഗിൾ ക്രോഷേ നമുക്ക് ലാസ്റ്റ് ചെയിൻ വരെ ചെയ്തെടുക്കാം. ഗ്രാബ് ചെയ്തു, എന്നിട്ട് നമ്മൾ കൊണ്ടുവരുമ്പോൾ 2 ലൂപ്പ് ഇവിടെ വരും. അപ്പോൾ വീണ്ടും നമ്മൾ വർക്കിംഗ് യാർണിനെ ഗ്രാബ് ചെയ്ത് ഈ 2 ലൂപ്പിനകത്ത് കൂടെയും വലിച്ചെടുക്കണം. അപ്പോൾ അടുത്ത സിംഗിൾ ക്രോഷേ റെഡിയായി. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. നമ്മൾ സിംഗിൾ ക്രോഷേ ലാസ്റ്റ് വരെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ യാൺ കട്ട് ചെയ്യാം. അപ്പോൾ വർക്കിംഗ് യാൺ നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ബാക്കി വെക്കണമെന്ന്. എന്നിട്ട് എന്ത് ചെയ്യണം, ആ വർക്കിംഗ് യാണിനെ നമ്മൾ ലാസ്റ്റത്തെ ലൂപ്പിലൂടെ വലിച്ചെടുക്കണം. അപ്പോൾ അതിവിടെ ടൈ ആയി. അപ്പോൾ ഇത് തീരെ ഇനി അഴിഞ്ഞു വരില്ല. ഇവിടെ ഒരു കെട്ട് ഫോം ചെയ്യണേ ചെയ്യുക. അപ്പോൾ അത് അഴിഞ്ഞു വരില്ല. അപ്പോൾ നമ്മൾ സിംഗിൾ ക്രോഷേ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ ചെയ്തെടുത്ത സിംഗിൾ ക്രോഷേ ആണ്. മറ്റേത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള സ്ലിപ്പ് സ്റ്റിച്ചാണ്. അപ്പോൾ രണ്ടിൻ്റെയും സൈസിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹാഫ് ഡബിൾ ക്രോഷേ ആണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു 10-13 ചെയിൻ നമുക്ക് ഇട്ട് കൊടുക്കാം. ചെയിൻ 1 2 3 4 5 6 7 8 9 10 11 12 13 14 ചെയിൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വർക്കിംഗ് യാണിനെ നമ്മളുടെ ഹൂക്കിൻ്റെ മേലെ കൂടെ ചുറ്റി കൊടുക്കണം. അപ്പോൾ യാൺ ഓവർ ചെയ്യാന്നാണ് പറയുക. അപ്പോൾ യാൺ ഓവർ ചെയ്യുക. ദെൻ യാൺ ഓവർ ചെയ്തതിന് ശേഷം ഹുക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് സെക്കൻഡ് ചെയിനിലാണ്. ആദ്യത്തെ ചെയിൻ സ്കിപ്പ് ചെയ്ത് സെക്കൻഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ദെൻ അഗെയിൻ നമ്മൾ വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഹുക്കിൻ്റെ മേലെ 3 ലൂപ്സ് ഉണ്ടായിരിക്കും. ഇനി നമ്മൾ വീണ്ടും വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്ത് ഈ 3 ലൂപ്സിൻ്റെ ഉള്ളിലൂടെയും വലിച്ചെടുക്കണം. അപ്പോൾ ഇതിനെയാണ് നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷേ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മൾ ആദ്യം വർക്കിംഗ് യാണിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഹുക്കിൻ്റെ മേലെ ചുറ്റി കൊടുക്കണം. അതിന് യാൺ ഓവർ എന്നാണ് പറയുക. അപ്പോൾ യാൺ ഓവർ ചെയ്യുക. വർക്കിംഗ് യാണിനെ നമ്മുടെ ഹുക്കിൻ്റെ മേലെ ഒന്ന് ചുറ്റി കൊടുക്കുക. അതിനുശേഷം ചെയിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്ത് ചെയിൻ്റെ ഉള്ളിലൂടെ നമ്മൾ വലിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഹുക്കിൻ്റെ മേലെ 3 ലൂപ്സ് ഉണ്ടായിരിക്കും. ഇനി വീണ്ടും വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്ത് നമ്മൾ ആ 3 ലൂപ്സിലൂടെയും വലിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഒരു ഹാഫ് ഡബിൾ ക്രോഷേ കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടിയും പറയാം. നമ്മൾ വർക്കിംഗ് യാണിനെ നമ്മുടെ ഹുക്കിൻ്റെ മേലെ യാൺ ഓവർ ചെയ്യുക. ദെൻ നമ്മൾ ചെയിനിൻ്റെ ഉള്ളിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തിട്ട് വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്ത് ചെയിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ ഹുക്കിൻ്റെ മേലെ 3 ലൂപ്സ് ഫോം ചെയ്യും. വീണ്ടും നമ്മൾ വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്ത് ആ 3 ലൂപ്സിൻ്റെ ഉള്ളിലൂടെയും വലിച്ചെടുക്കണം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേ എന്ന് പറയുക. പിന്നെ ഈ ഹാഫ് ഡബിൾ ക്രോഷേ നമുക്ക് ത്രൂ ഔട്ട് ഈ ചെയിനിൽ ലാസ്റ്റ് ചെയിൻ വരെ ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യണം. യാൺ ഓവർ ചെയ്യുക. ലാസ്റ്റത്തെ ചെയിനിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തു. എന്നിട്ട് വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ 3 ലൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ 3 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടിയും വലിച്ചെടുത്തപ്പോൾ നമുക്ക് ലാസ്റ്റത്തെ ഹാഫ് ഡബിൾ ക്രോഷയും കിട്ടി. ഇനി നമ്മൾ നമ്മുടെ വർക്കിംഗ് യാൺ കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ കുറച്ച് നൂല് നമ്മൾ ബാക്കി വെക്കണം. കാരണം നമുക്കത് ടൈ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ബാക്കി വരുന്ന യാണിനെ നമ്മൾ എന്ത് ചെയ്തു, വർക്കിംഗ് യാണിനെ വീണ്ടും ഗ്രാബ് ചെയ്ത് എന്ത് ചെയ്യണം, ആ ലാസ്റ്റത്തെ ആ ലൂപ്പിലൂടെ നമുക്ക് വലിച്ചെടുക്കണം. അപ്പോൾ അതവിടെ ടൈറ്റായിട്ടിരിക്കും. അത് ലോക്കായി ഇനി ഇത് കഴിഞ്ഞ് വരില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തതാണ് എന്ത്, ഹാഫ് ഡബിൾ ക്രോഷേ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്
ഡബിൾ ക്രോഷ്യ ആണ്. അപ്പോൾ ഡബിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലിപ്പ് നോട്ട് ഇടുക. സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു 10-13 ചെയിൻ ഇട്ട് കൊടുക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അപ്പോൾ നമ്മൾ 15 ചെയിനാണ് ഇട്ടത്. ഇനി നമുക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ രണ്ടാമത്തെ ചെയിനിലാണ് നേരത്തെ 3 സ്റ്റിച്ചും നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ നമ്മൾ 3ാമത്തെ സ്റ്റിച്ചിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നേരത്തെ പോലെ തന്നെ യാൺ ഓവർ ചെയ്യണം. അതായത് നമ്മുടെ ഹുക്കിൻ്റെ മേലെ കൂടെ നൂല് ചുറ്റിയെടുക്കുക. എന്നിട്ട് 3rd ചെയിൻ്റെ ഉള്ളിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്ത് ചെയിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവരണം. അപ്പോൾ നേരത്തെ പോലെ തന്നെ 3 ലൂപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 3 ലൂപ്പിൽ നമ്മൾ വീണ്ടും വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്ത് 2 ലൂപ്പിലൂടെ വലിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കി വീണ്ടും 2 ലൂപ്പ് ഉണ്ടായിരിക്കും. വീണ്ടും നമ്മൾ വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്തിട്ട് ആ 2 ലൂപ്പിനുള്ളിലൂടെയും വലിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ഡബിൾ ക്രോഷ്യ കിട്ടി. അപ്പോൾ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഇനി ഇവിടെ ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ നമ്മൾ 3rd ചെയിനിലാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. വീണ്ടും ചെയ്യാം. നമ്മൾ വർക്കിംഗ് യാണിനെ യാൺ ഓവർ ചെയ്യുക. അതായത് ഈ നമ്മുടെ ക്രോഷ്യ ഹുക്കിൻ്റെ മേലെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് അടുത്ത ചെയിനിൻ്റെ ഉള്ളിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ 3 ലൂപ്പ് ഉണ്ടായിരിക്കും. വീണ്ടും വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്ത് 2 ലൂപ്പിലൂടെ വലിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഹുക്കിൻ്റെ മേലെ 2 ലൂപ്പ് ഉണ്ടായിരിക്കും. വീണ്ടും വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്ത് ആ 2 ലൂപ്പിനുള്ളിലൂടെയും വലിച്ചെടുക്കുക. അപ്പോൾ യാൺ ഓവർ ചെയ്യുക. യാൺ ഓവർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹുക്കിൻ്റെ മേലെ കൂടെ നൂലിനെ ചുറ്റി കൊടുക്കുന്നതിനാണ് യാൺ ഓവർ ചെയ്യുക എന്ന് പറയുക. അപ്പോൾ അങ്ങനെ യാൺ ഓവർ ചെയ്യുക. ദെൻ ചെയിൻ്റെ ഉള്ളിലൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ ഹുക്കിൻ്റെ മേലെ 3 ലൂപ്സ് ഉണ്ടായിരിക്കും. വീണ്ടും വർക്കിംഗ് യാണിനെ നമ്മൾ ഗ്രാബ് ചെയ്ത് ആദ്യത്തെ 2 ലൂപ്പിലൂടെ വലിച്ചെടുക്കുക. അപ്പോൾ ബാക്കി നമ്മുടെ ഹുക്കിൻ്റെ മേലെ 2 ലൂപ്പ് ഉണ്ടായിരിക്കും. വീണ്ടും വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്ത് ആ 2 ലൂപ്പിലൂടെയും വലിച്ചെടുക്കുക. അപ്പോൾ നമുക്കൊരു ഡബിൾ ക്രോഷ്യ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇനി നമുക്കത് എൻഡ് വരെ ചെയ്യാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ചെയിൻ വരെ ഇതുപോലെ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ ഡബിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ ലാസ്റ്റത്തെ ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ വർക്കിംഗ് യാണിനെ കട്ട് ചെയ്യണം. അപ്പോൾ വർക്കിംഗ് യാണിനെ കട്ട് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് യാൺ അവിടെ ബാക്കി വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. കാരണം അത് നമുക്ക് അവിടെ ടൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ വർക്കിംഗ് യാണിനെ ആ ലൂപ്പിലൂടെ വലിച്ചെടുക്കണം. ലൂപ്പിനുള്ളിലൂടെ വലിച്ചെടുക്കുമ്പോൾ അവിടെ ഒരു കെട്ട് ഫോം ചെയ്യും. അപ്പോൾ ഇതിനി അഴിഞ്ഞു വരില്ല. അപ്പോൾ ഇതാണ് ഡബിൾ ക്രോഷ്യ. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് ട്രിപ്പിൾ ക്രോഷ്യ ആണ്. അപ്പോൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു സ്ലിപ്പ് നോട്ട് ഇടാം. സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ 10 അല്ലെങ്കിൽ ഒരു 15 ചെയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ ചെയിൻ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ചെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ 3 ചെയിൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. 3 ചെയിൻ സ്കിപ്പ് ചെയ്തതിന് ശേഷം 4th ചെയിനിലേക്കാണ് നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ 3 എണ്ണം സ്കിപ്പ് ചെയ്തിട്ട് 4th ചെയിനിലേക്കാണ് നമ്മൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടൈംസ് യാൺ ഓവർ ചെയ്യണം. അപ്പോൾ 2 പ്രാവശ്യം നമ്മുടെ ഹുക്കിൻ്റെ മേലെ ത്രെഡ് ഇതുപോലെ ചുറ്റി കൊടുക്കുക. അതിനുശേഷം 4th ചെയിനിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യണം. 4th ചെയിനിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്ത് ചെയിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവരണം. വർക്കിംഗ് യാണിനെ നമ്മൾ ഗ്രാബ് ചെയ്ത് ചെയിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മുടെ ലൂപ്പിൻ്റെ മുകളിൽ ഹുക്കിൻ്റെ മേലെ 4 ലൂപ്സ് ഉണ്ടായിരിക്കും. നമുക്ക് നോക്കിയാൽ അറിയാം 1 2 3 4 4 ലൂപ്സ് ഉണ്ട്. വീണ്ടും നമ്മൾ വർക്കിംഗ് യാണിനെ
യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. അപ്പോൾ വീണ്ടും നമ്മുടെ ഹുക്കിൻ്റെ മേലെ 3 ലൂപ്സ് ഉണ്ടായിരിക്കും. വീണ്ടും വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്ത് 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നമ്മൾ പുറത്തെടുക്കുക. വീണ്ടും നമ്മുടെ ഹുക്കിൻ്റെ മേലെ 2 ലൂപ്സ് ഉണ്ട്. വീണ്ടും വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്ത് ആ 2 ലൂപ്പിലൂടെ വലിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഹുക്കിൻ്റെ മേലെ 2 ടൈംസ് യാണ് ചുറ്റിയതിന് ശേഷം ചെയിൻ്റെ ഉള്ളിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്ത് ചെയിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവരിക. ഹുക്കിൻ്റെ മേലെ 4 ലൂപ്സ് ഉണ്ടായിരിക്കും. വീണ്ടും വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്ത് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്ത് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും 2 ലൂപ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ വീണ്ടും നമ്മൾ വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്ത് ആ 2 ലൂപ്പിലൂടെ എടുക്കുക. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ട്രിപ്പിൾ ക്രോഷ്യ നമ്മൾ ചെയ്തു. ഫസ്റ്റത്തെ 3 ചെയിൻ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നുണ്ടല്ലോ, അതിനെ നമ്മളൊരു ട്രിപ്പിൾ ക്രോഷ്യ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം, ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഹുക്കിൻ്റെ മേലെ 2 പ്രാവശ്യം നൂലിൽ നിന്ന് ചുറ്റി കൊടുക്കുക. 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. ദെൻ എന്ത് ചെയ്യണം, ചെയിനുള്ളിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്ത് ചെയിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ ഹുക്കിൻ്റെ മേലെ 4 ലൂപ്സ് ഉണ്ടായിരിക്കും. ഇനി നമ്മൾ വർക്കിംഗ് യാണിനെ വീണ്ടും ഗ്രാബ് ചെയ്ത് ആദ്യത്തെ 2 ലൂപ്സിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവരിക. അപ്പോൾ ബാക്കി 3 ലൂപ്സ് ഉണ്ടായിരിക്കും. വീണ്ടും വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്ത് 2 ലൂപ്സിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് ഇവിടെ 2 ലൂപ്സ് കിട്ടും. വീണ്ടും വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്ത് ആ 2 ലൂപ്സിലൂടെ പുറത്തേക്ക് കൊണ്ടുവരിക. ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യുക. അപ്പോൾ 2 ടൈംസ് യാൺ ഓവർ ചെയ്തതിന് ശേഷം ചെയിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഹുക്കിൻ്റെ മേലെ 4 ലൂപ്സ് ഉണ്ടായിരിക്കും. വീണ്ടും വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്ത് ആദ്യത്തെ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ വീണ്ടും ഹുക്കിൻ്റെ മേലെ 3 ലൂപ്സ് ഉണ്ടായിരിക്കും. വീണ്ടും വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്ത് 2 ഉള്ളിലൂടെ കൊണ്ടുവരിക. അപ്പോൾ വീണ്ടും 2 ലൂപ്പുണ്ട്. വീണ്ടും വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്ത് ആ 2 ലൂപ്പിലൂടെ വലിച്ചെടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. ഇനി നമുക്ക് ലാസ്റ്റത്തെ ചെയിൻ വരെ ഇതുപോലെ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്ത് വരാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ ലാസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് വർക്കിംഗ് യാണ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ വർക്കിംഗ് യാണിനെ കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് എൻ്റെ അവിടെ നമ്മൾ ലീവ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതിന് ശേഷം ആ കട്ട് ചെയ്ത എൻ്റെ ഈ ലൂപ്പിലൂടെ കടത്തി കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യയും കംപ്ലീറ്റ് ആയി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമ്മളിപ്പോൾ 5 സ്റ്റിച്ചാണ് പഠിച്ചത്. ആ 5 സ്റ്റിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള വലുപ്പത്തിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഏറ്റവും അടിയിലുള്ളത് ട്രിപ്പിൾ ക്രോഷ്യ ആണ്. പിന്നെ നമ്മൾ ചെയ്ത ഡബിൾ ക്രോഷ്യ, പിന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യ, ഇത് സിംഗിൾ ക്രോഷ്യ ആണ്, ഇത് സ്ലിപ്പ് സ്റ്റിച്ച്. അപ്പോൾ ഈ 5 സ്റ്റിച്ചും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓരോ സ്റ്റിച്ചസും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ ഈ എല്ലാ സ്റ്റിച്ചസും ഈ 5 ടൈപ്പ് സ്റ്റിച്ചസും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോസ് ഇനി ഉണ്ടാവും. അപ്പോൾ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയി കാണുന്നത് വരേക്കും ബൈ ബൈ.